മൊബൈൽ ഫോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബിഗ് ബോസ് ആയിരിക്കും. കാരണം പുറത്തുനിന്നൊരു സ്പൈ വീടിനകത്ത് കയറിയിട്ടുണ്ട്. കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാൽ പുറത്തെ കാര്യങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുകയും ചെയ്യാം. ഏൻഷ്യൻ്റ് തീമിലാണ് ഇത്തവണ ബിഗ് ബോസ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ ഹോസ്റ്റാണ് അനിൽ കപൂർ സാർ. ബിഗ് ബോസ് OTT 3 ഹിന്ദിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇന്നലെ തുടങ്ങി ഏതാണ്ട് ഒരു 8 ആഴ്ചയോളം ഉണ്ടാകുന്ന ബിഗ് ബോസ് ആണ് OTT ബിഗ് ബോസ്. നമ്മുടെ അൾട്ടിമേറ്റ് പോലെയല്ല, അവർക്കൊരു വർഷം 2 ബിഗ് ബോസ് ഉണ്ട്. അടുത്തടുത്ത് തന്നെയാണ് 2 ബിഗ് ബോസും വരുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് OTT 3 ഹിന്ദിയുടെ ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു നല്ല രാത്രി. അപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് ജൂൺ 21-ാം തീയതി ഗ്രാൻഡ് ലോഞ്ചിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വേണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് അടുപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എന്തായാലും ബിഗ് ബോസ് OTT ഹിന്ദി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ഷോർട്ട് റിവ്യൂ നിങ്ങൾക്ക് കൂടി പ്രൊവൈഡ് ചെയ്യാമെന്ന്. ചിലപ്പോൾ കുറച്ച് ഹിന്ദി ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ പറ്റിയേക്കാം. കാരണം ഞാൻ അങ്ങനെ ഹിന്ദി അധികം റിവ്യൂ ചെയ്യാറില്ല. കഴിഞ്ഞ തവണ 1-2 എപ്പിസോഡ് ചെയ്തേ ഉള്ളൂ, പിന്നെ ചെയ്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ എന്തായാലും പറയുമ്പം റിവ്യൂ പറയാം. കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളതൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഹൗസിനെ കുറിച്ചിട്ടാണ്. ഒരു ഏൻഷ്യൻ്റ് രീതിയിലുള്ള, അതായത് പണ്ട് കാലത്ത് ഒരു ശിലായുഗ രീതിയിലുള്ള ഒരു ഹൗസായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മുടെ സീസൺ 4 മലയാളത്തിൻ്റെ സെറ്റ്, അതാണ് ആക്ച്വൽ ഹിന്ദി സെറ്റ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ബിഗ് ബോസ് നടക്കുന്നത്. അപ്പം ശിലകളും ഒരു നമ്മുടെ പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിലുള്ള സ്കൾപ്ചേഴ്സ്, ഫുൾ സ്കൾപ്ചേഴ്സ് ആണ്. നമ്മൾ ഗെയിം, നമ്മൾ ടെമ്പിൾ റൺ കളിക്കത്തില്ലേ, ടെമ്പിൾ റൺ, ആ ടെമ്പിൾ റണ്ണിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? കല്ല്, അത് വെച്ചിട്ടുള്ള സ്കൾപ്ചേഴ്സ്, അങ്ങനത്തെ ഡിസൈനിലാണ് വീട് ചെയ്തിരുന്നത്. ഒരു സീസൺ 15-ന്റെ ചെറിയൊരു കട്ടുണ്ട്, കാട് പോലെ വന്നിട്ട് ആ കാടിനകത്ത് തന്നെ എന്താ ഒരു ഏൻഷ്യൻ്റ് ലെവലിൽ എന്താ പറയുക ശിലായുഗങ്ങളും കല്ല് കൊത്തിയ പ്രതിമകളും, അങ്ങനെ അതാണ് വീടിൻ്റെ തീം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കമ്പയർഡ് ടു ഇപ്പം കഴിഞ്ഞ സീസൺ 17-നെ വെച്ച് 17 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കൂടാരം പോലെ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു. സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതിൻ്റെ ഹൗസിൻ്റെ റിവീലിംഗ് ഒക്കെ യൂട്യൂബിലുണ്ട്. സൂപ്പറാണ് കേട്ടോ, ഹൗസ് സൂപ്പറാണ്. എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം വരെ ഇങ്ങനെ ചില പ്രതിമകൾ നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ, വണ്ടർലാലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാ തുറന്ന് വെച്ചിരിക്കുന്ന സ്കൾപ്ചേഴ്സിന് ഇങ്ങനെ വെള്ളമൊക്കെ വീഴത്തില്ല, ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടം അതുപോലത്തെ സെയിം സാധനങ്ങളൊക്കെ ലൈവായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര അടിപൊളിയാണ്. ബിഗ് ബോസിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിൽ തന്നെ 2 ശിലകൾ ഇങ്ങനെ വലുതായിട്ട് ഭയങ്കര വലുതാണ്, അങ്ങനെ ഇരിപ്പുണ്ട്. നല്ല അടിപൊളിയാണ്. ഹൗസിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എല്ലാത്തിനും വീടിനകത്ത് ഡ്രാഗണൊക്കെ, ലിവിംഗ് റൂമിൽ വലിയൊരു ഡ്രാഗണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹൗസിനെ കുറിച്ച് പറയാനുള്ള മെയിൻ സംഭവം. പിന്നെ അനിൽ കപൂർ സാറാണ് ഹോസ്റ്റ്. ഇത്തവണ പുതിയ ഹോസ്റ്റാണ്. സീസൺ 1-ൽ ഹോസ്റ്റ് കരൺ ജോഹർ സാറായിരുന്നു. OTT സീസൺ 2-ൽ സൽമാൻ സാറായിരുന്നു. സീസൺ 3-ൽ അനിൽ കപൂർ സാറാണ് ഹോസ്റ്റ്, അറിയായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ പണ്ടത്തെ ബിഗ് ബോസ് പോലെ ഒന്നല്ല. ഒത്തിരി നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ ഇങ്ങനെ ഹോം കാണിച്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒത്തിരി സീസൺസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് വരുന്ന സംഭവങ്ങൾ. കുറേ സാധനങ്ങൾ റിവീൽ ചെയ്യും, കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കൺഫഷൻ റൂമിലിരിക്കുന്ന അനിൽ കപൂർ സാറ് ചോദിക്കുന്നുണ്ട്, ഇത്തവണ ഒരു പ്രത്യേകത ഇല്ലേ, ഫോൺ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്. ആ, ഫോൺ കൊടുക്കുന്നുണ്ട്. സ്പൈ, ഒരു പുറത്ത് നിന്ന് ഒരു സ്പൈ അകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാകും? കാരണം പുറത്തുനിന്ന് ഒരാൾ അകത്തുണ്ടെങ്കിൽ അയാൾ കണ്ടസ്റ്റൻ്റ് ആണോ, അതോ എന്താ പറയുക പുറത്തുനിന്നുള്ള ഒരു ജനതയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണോ? ആ ഫോൺസ് എത്ര പേർക്ക് കൊടുക്കും? ഫോൺസ് കൊടുക്കുമ്പോൾ പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ഫസ്റ്റ് ചോദിക്കുകയാണ്. പിന്നെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ കുറച്ച് ഗ്രാൻഡ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ലാഗാണ്. കാരണം കണ്ടസ്റ്റൻസിനെ അവിടെ സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ട് ഇച്ചിരി നേരം, എൻ്റെ ഫോനെ ആവശ്യമില്ലാത്ത ടാസ്കൊക്കെ കൊടുക്കും, എന്നിട്ട് കുറച്ച് നേരം ലാഗാണ്. ഞാൻ കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഫോട്ടോ കാണിക്കുകയാണ്. ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഇത് ചന്ദ്രിക ദീക്ഷിത്, ഇതാണ് ആള്, ചന്ദ്രിക ദീക്ഷിത്. സെക്കൻഡ് കണ്ടസ്റ്റൻ്റ് രൺവീർ ഷൊറൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ആക്ടറാണ് രൺവീർ ഷൊറൈ. ഓക്കെ. തേർഡ് ശിവാനി കുമാരി. പുള്ളിക്കാരിക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയത്തില്ല. പുള്ളിക്കാരുടെ ആരെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ പുള്ളിക്കാരി പറയാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയിൽ പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അടിപൊട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ഇത് സന മക്ബൂൾ ഖാൻ, ഫോർത്ത് കണ്ടസ്റ്റൻ്റ് ആണ് സന മക്ബൂൾ ഖാൻ. ഓക്കെ. അടുത്ത ഫിഫ്ത്ത് കണ്ടസ്റ്റൻ്റ് വിശാൽ പാണ്ഡെ. നമ്മുടെ മുനവറിൻ്റെ ഒക്കെ ഒരു കട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ സീസൺ 17 ഇപ്പോൾ കഴിഞ്ഞ ഇതാണ് വിശാൽ പാണ്ഡെ. അടുത്ത് ആറാമത്തെ കണ്ടസ്റ്റൻ്റ് ലോവ്കേഷ് കതാരിയ, ഇതാണ് ആള്, ലോവ്കേഷ് കതാരിയ. ഓക്കെ.
അടുത്ത 7ാമത്തെ കണ്ടസ്റ്റന്റ് ദീപക് ചൗരഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ്. 7ാമത്തെ ദീപക് ചൗരഷ്യ, ഇതാണ് ആള്. പക്ഷേ ഈ പുള്ളിക്കാരൻ കാല് വയ്യാത്ത ഒരാളാണ്. പുള്ളിക്കാരൻ്റെ കാലിന് എന്തോ ഇഷ്യൂ പറ്റിയിട്ട് മറ്റേ വാക്കറൊക്കെ വെച്ചിട്ടാണ് വീടിനകത്ത് കയറുന്നത്. വീൽ ചെയറിലാണ് സ്റ്റേജിൽ തന്നെ ഇരുന്നത്. അപ്പോൾ എങ്ങനെ പ്ലേ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹിന്ദു ബിഗ് ബോസിലെ മാറ്റങ്ങളായിരിക്കാം. അടുത്ത 8ാമത്തെ കണ്ടസ്റ്റന്റ് ഇതാണ്, സായി കേട്ടൻ റാവു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. 8ാമത്തെ ആൾ ഇതാണ്, സായി കേട്ടൻ റാവു. ഓക്കെ. അടുത്ത 9ാമത്തെ കണ്ടസ്റ്റന്റ് മുനീഷ കത്വാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇതാണ് ആള്, മുനീഷ കത്വാനി. ഇനി അടുത്ത് 10ാമത്തെ കണ്ടസ്റ്റന്റ് സന സുൽത്താൻ. ഇതാണ് സന സുൽത്താൻ. ഓക്കെ. 11ാമത്തെ ആള് അർമാൻ മാലിക്. ഇതാണ് 11ാമത്തെ ആള്. ഇനിയാണ് മക്കളെ പറയാനുള്ളത് 12ാമത്തെ ആൾ. ഇതാണ് പായൽ മാലിക്. ഇത് ഈ അർമാൻ മാലിക്കിൻ്റെ ആദ്യത്തെ വൈഫാണ് പായൽ മാലിക്. ഓക്കെ, ആദ്യത്തെ വൈഫ്. അടുത്ത് 13ാമത്തെ കണ്ടസ്റ്റന്റ് കൃതിക മാലിക്. അതായത് ഈ അർമാൻ്റെ 2ാമത്തെ വൈഫാണ് കൃതിക. അപ്പോൾ ഇവർ ഹസ്ബൻഡും 2 വൈഫും കൂടി ഒരുമിച്ചാണ് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത്. അത് 3 കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ടസ്റ്റന്റ് നമ്പർ 13 എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മറ്റവരുടെ 11, 12. അപ്പോൾ 3 പേര് 3 ആയിട്ട് പാടും. അപ്പോൾ ആർക്കായാലും ലാഭമല്ലേ, ലാഭം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 14ാമത്തെ നീരജ് ഗോയാദ്. ഇതാണ് ആള്. 16ാമത്തെ കണ്ടസ്റ്റന്റ് നീരജ് ഗോയാദ്. അടുത്ത് 15ാമത്തെ കണ്ടസ്റ്റന്റ് നൈസി. റാപ്പർ നൈസി. റാപ്പൊക്കെ പാടുന്നുണ്ട്, ഇപ്പോൾ റാപ്പർ ആയിരിക്കാം, അതാണ് ഞാൻ റാപ്പർ എന്ന നൈസി. 16ാമത്തെ ആള് പൊലോമി പോലോദാസ്. എനിക്ക് ഈ സീസണിൽ ആകെ കൂടെ അറിയാമെന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇതാണ്. മുൻപരിചയമുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ. പൊലോമീനെ ഞാൻ നാഗിൻ സീസൺ 6 കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം, ഞാനത് കാണാറുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഇത്രയാണ് കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് ചന്ദ്രിക ദീക്ഷിത് ഭയങ്കര എന്താ പറയുക, ഇവർക്ക് ഓരോ ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ കയറുന്നുണ്ട്. രൺവീർ ഷോർ ആയിക്കോട്ടെ. ശിവാനി കുമാരിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, ഹിന്ദിയിൽ സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ സന മക്ബൂൽ ഖാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. വിശാൽ പാണ്ഡെ, ലോകേഷ് കതാരിയ, പിന്നെ ദീപക് ചൗരഷ്യയുടെ കാര്യം എനിക്ക് അറിയില്ല. എങ്ങനെ പുള്ളിക്കാരൻ കളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലും വയ്യാതെ വാക്കറൊക്കെ വെച്ച് ടാസ്ക് കൊടുക്കുമ്പോൾ എങ്ങനെ കളിക്കുമോ എന്തോ. പിന്നെ കഴിഞ്ഞ 17 ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ എങ്ങനെ കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം എന്താ, പുള്ളിക്കാരന് കാല് വയ്യ, വാക്കർ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഇത്തവണ ഈ വീടിനകത്തൊരു സ്പൈ ഉണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട്. ഒരു സ്പൈ ഉണ്ട്, പക്ഷെ അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 10ാമത്തെ കണ്ടസ്റ്റൻ്റായ സന സുൽത്താനാണ് ഇതിനകത്തെ സ്പൈ. സന സുൽത്താൻ അത് നമ്മുടെ സ്റ്റേജ് വെച്ച് തന്നെ പറയുന്നുണ്ട്. അനിൽ കപൂർ സാർ പറയുന്നുണ്ട് സന സുൽത്താനാണ് ഈ സീസണിലെ സ്പൈ. അതായത് പുറത്തെ കാര്യങ്ങൾ ഫോൺ കൊടുക്കുന്നത് സന സുൽത്താനാണ്. അപ്പോൾ സന സുൽത്താൻ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും. പുറത്ത് ജനതയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് വെച്ച് കണ്ടസ്റ്റൻസിനെ ഓരോന്ന് പറയാന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നീട് അടുത്ത് വരുന്നതാണ് അർമാനും പായലും കൃതികയും. ഇവർ ഹസ്ബൻഡും വൈഫുമാണ്. അർമാന് ഹസ്ബൻഡ്, പായലും കൃതികയും 2 വൈഫാണ്. അർമാൻ്റെ 2 ഭാര്യമാരാണിത്. അപ്പം അങ്ങനെ ഇവരിത്രയും പേര്, ഇത് ഈ 16 പേരാണ് ഹൗസിൽ കയറിയിട്ടുള്ളത്. ഏതാണ്ട് 8 ആഴ്ചയോളം ഉണ്ടാകുന്ന ഒരു ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് OTT. നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ. ലൈവ് ഉണ്ട്, 24/7 ലൈവ് ഉണ്ട് ജിയോ സിനിമ പ്രീമിയത്തിൽ. പിന്നെ എപ്പിസോഡുണ്ട് രാത്രി 9 മണിയാകുമ്പോൾ എപ്പിസോഡുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാത്രി എപ്പിസോഡ് വരട്ടെ, അതിൻ്റെ റിവ്യൂ ഞാൻ നാളെ രാവിലെ ഇടാം. ഓക്കെ, നാളെ. അപ്പോൾ ഞാനൊരു ഷോർട്ട് റിവ്യൂ ആയിട്ട് ഇടും. ഗ്രാൻഡ് ലോഞ്ച് ആയതുകൊണ്ട് ഇത്രയും നിങ്ങൾ ഹിന്ദി കണ്ടിട്ട് ആ എപ്പിസോഡ് കണ്ടിട്ട് വേണം നിങ്ങൾ ഇതും കൂടെ വന്ന് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അത് നിങ്ങൾ കാണണം. കുറേ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത് എത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്ത് പോയി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ എക്സ്ട്രാ വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.